എന്തോ എന്താ എടോ ലൈറ്റർ ഉണ്ടാ? റിപ്പറാ? എടോ സിഗരറ്റ് കത്തിക്കാൻ ലൈറ്റർ ഉണ്ടാന്ന്. ലൈറ്റ് ഒന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കൊന്നുമില്ലേ. ഈ വളവരി ഞാൻ കൂട്ടുകാരെല്ലാം നിപ്പുണ്ട്. അതിന് അവരെ വിളിച്ചാണ്ടല്ലോ. ഓടോ. വാതില് മുട്ടിയില്ലേ? അതാ നെറ്റ്ഫ്ലിക്സിന് ടൂണ്. എടാ തുറക്കണ ഞാനാടാ. ആ അത് മാത്തപ്പന. എന്താ കിതക്കണ? നിന്നെ പട്ടി അടിക്കാൻ വിളിച്ച? ഒന്നുമില്ല, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു വ്യായാമം ആയിക്കോട്ടെ വെച്ച് ബ്രിസ്ക് വാക്ക് ചെയ്താ വന്നേ. അവൻ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോ എന്റെ ഗ്യാസ് പോയല്ലേ. ആ റിപ്പറിനെ പേടിച്ച് ഓടി വരുന്ന വഴിയിൽ കരച്ചും കെട്ടി വീണി കുപ്പി പൊട്ടാഞ്ഞതാക്കി. ഓ, നീ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞ സംഭവം ഞാൻ അതങ്ങ് വിട്ടേ പോടെ. വെറുതെ അല്ല, റോഡിലൊന്നും ഒറ്റ മനുഷ്യരില്ല. പക്ഷെ നല്ല മൂഡായിരുന്നു കേട്ടോ. ഒറ്റയ്ക്ക് ഇങ്ങനെ നൈസായിട്ട് പാട്ടൊക്കെ പാടി. ഭക്തിഗാനമായിരിക്കും. ഭക്തിഗാനം ഉണ്ട്, പിന്നെ മെലഡീസ്, എവർഗ്രീൻ ഹിറ്റ്സ്, 19 ക്ലാസിക്കൽ. അങ്ങനെ എങ്ങനെ തള്ളി തള്ളി നമുക്ക് ആ റൂമിലോട്ട് പോകാം. ആദ്യം 2 അടിക്കാം, എന്നിട്ട് നിന്റെ തള്ളിയേക്കാം. പാ എനിക്ക് വാ. അപ്പൊ പ്രൊമോഷൻ കിട്ടിയ ട്രീറ്റ് തരാന്ന് പറഞ്ഞാണ് മാത്തപ്പൻ. വാക്ക് പാലിച്ചിട്ടുണ്ട്. പിടിച്ചോ. ട്രാക്ക് ഇട്ടോ. ട്രാക്ക് ഒന്നും വേണ്ട, നമുക്ക് സംസാരിച്ചിരിക്കാം. എന്താ ട്രാക്ക് എടുത്ത്? അല്ലെങ്കിൽ ട്രാക്ക് എന്തിനാണ്? നമ്മളെന്നാണ് ട്രെയിൻ ഓടിച്ച് കളിക്കാൻ പോകുന്നത്. നീ എന്താ അടിക്കാത്ത? അച്ഛൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയില്ല. അതിന് കള്ളു പിടിച്ചോണ്ട് വീട്ടിൽ പോകാനൊക്കത്തില്ല, അച്ഛനെ പേടി. പോത്ത് പോലെ വളർന്നില്ല, അച്ഛനെ പേടിയാന്ന്. എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ വെറുതെ എന്തിനാണ് വീട്ടിൽ ചെന്നിട്ട് ഒരു സംസാരം വെക്കുന്നത് വെച്ചിട്ടാ. ഇതിനെയാണ് ഞങ്ങൾ പൊതുവെ പേടി എന്ന് പറയുന്നത് അല്ലേ? അതെ. അച്ഛൻ എന്തായാലും ഡ്യൂട്ടിക്ക് പോകാത്തെ? എനിക്കറിയാൻ പറ്റും. എനിക്കറിയാം. പുള്ളി വൈകുന്നേരം ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ നേരത്തെ അവൻ ന്യൂസ് കണ്ടു കാണാം റിപ്പറിന്റെ. അത് കാരണം പുള്ളി മേടിച്ച് വീടിനകത്തിരിക്കുകയാണ് ജോലിക്ക്. ഇവന് റിപ്പറിനെ പേടിയില്ല, ഇവന്റെ അച്ഛൻ റിപ്പറിനെ പേടി. ആ അച്ഛനെ യവനും പേടി. എന്തോ പേടിക്കുടുമ്പോ പേടിതൊണ്ടായി പോയല്ലടാ. വല്ല ശബ്ദവും കേട്ടോ? ഞാനൊന്നും കേട്ടില്ല. വെറുതെ ഒരു സൗണ്ട് കേട്ടില്ലേ? ഞാൻ കേട്ടു. പക്ഷെ അത് റിപ്പറൊന്നും ആയിരിക്കത്തില്ല, വല്ല തേങ്ങ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ തേങ്ങയാന്ന്? നീ എപ്പോ പറഞ്ഞു? നീ ഒരു തേങ്ങയും പറഞ്ഞില്ല. അല്ല, ഞാൻ പറയാൻ വരുമായിരുന്നു, അപ്പോഴേക്കും പറഞ്ഞു.